നമ്മൾ ഇതുവരെ പല രീതിയിലുള്ള ഇന്റഗ്രൽസ് ഡിസ്കസ് ചെയ്തു. അത് സിംഗിൾ ഇന്റഗ്രൽസ് ഡിസ്കസ് ചെയ്തു, ഡബിൾ ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈൻ ഇന്റഗ്രൽ ആണ്. അതിനു മുമ്പ് ഇത് ഓരോന്നും ഒന്നും കൂടെ നോക്കാം. അതായത് ഇന്റഗ്രൽ a to b f of x dx, ലൈൻ ഇന്റഗ്രൽ. ഇന്റഗ്രൽ a to b f of x dx ഇത് സിംഗിൾ ഇന്റഗ്രൽ എന്ന് നമ്മൾ വിളിച്ചു. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ a to b എന്ന് പറഞ്ഞ റിയൽ ഇന്റർവെലിന്റെ മുകളിൽ ഫംഗ്ഷൻ f ഡിഫൈൻ ചെയ്യുന്ന കേസിലാണ്, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ കേസ്. The double integral over a region R f of xy dA അത് ഇവാലുവേറ്റ് ചെയ്തു. ആ കേസിൽ ഫംഗ്ഷൻ is defined over a region R in 2 dimension. So 2 variable function over a region in 2 dimension ആകുമ്പോഴാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രലിലോട്ട് പോയത്. And triple integral over a region D in 3 dimensional space f of x y z d v. ആ കേസില് 3 ഡയമെൻഷനിൽ ഏതെങ്കിലും ഒരു റീജിയൻ, അപ്പൊ അതിന്റെ മുകളില് ഫംഗ്ഷൻ ഡി എന്ന് പറഞ്ഞ റീജിയന്റെ മുകളിലെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡിഫൈൻ ചെയ്ത കേസിലാണ് നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്തത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈൻ ഇന്റഗ്രൽ ആണ്. ലൈൻ ഇന്റഗ്രല് 3 ഡയമെൻഷനിൽ ഏതെങ്കിലും ഒരു കർവ്, നമുക്ക് അതിനെ വേണമെങ്കിൽ സി എന്ന് വിളിക്കാം, അതിന്റെ മുകളില് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡിഫൈൻ ചെയ്താൽ ആ കേസിലുള്ള ഇന്റഗ്രലിനെയാണ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത്. നോക്കാം അത് എങ്ങനെയാണ് നോക്കാം. ലൈൻ ഇന്റഗ്രലില് സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ എ കർവ് സി ഇൻ സ്പേസ്. സി എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്, അതിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് എഫ്. Then line integral over of f over c is defined as integral over c f of x y z ds, where s is arc length parameter and is equal to integral. നോക്കിക്കഴിഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന ഒരു കർവ് ആണ്. കർവ് ഇൻ 3 ഡയമെൻഷൻ എപ്പോഴും നമുക്ക് അതിന്റെ പാരാമെട്രിക് ഫോമിലോട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെ ഓരോ പോയിന്റ്സും എക്സ് വൈ സെഡുകളാണ്. ആ എക്സിനെയും വൈനെയും സെഡിനെയും ഒരു സിംഗിൾ വേരിയബിൾ ടിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് ടി. ഈ കർവിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്: ആർ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു വൈ plus y of t into j plus z of t into k എന്ന് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. t lies between some interval a b. അതിനർത്ഥം ഈ ഇന്റഗ്രലിനെ വേണമെങ്കിൽ നമുക്ക് f depends only on t എന്നാക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഇന്റഗ്രൽ ഈ രീതിയിൽ മാറും: ഇന്റഗ്രൽ a to b f of x of t, y of t, z of t and ds എന്നുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t dt എന്ന് വരും. കാരണം ആർക്ക് ലെങ്ത് s നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് ഇന്റഗ്രൽ a to t മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t dt വെച്ച്. അങ്ങനെ വരുമ്പോ ds ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ds is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t dt എന്ന് വരും. അപ്പൊ ഇവിടെ ഇത്രയുള്ള പോയിന്റ്. ലൈൻ ഇന്റഗ്രൽ is the integral over a curve. ആ കർവിനെ നമുക്ക് പാരാമെട്രിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം in terms of a single variable t. ആ ടിയുടെ വേരിയേഷൻ ആണ് a to b എങ്കിൽ ഈ ഇന്റഗ്രലിനെ ഇന്റഗ്രൽ ഓവർ c f of x y z ds എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും: ഇന്റഗ്രൽ a to b എന്നുള്ളത് ടിയുടെ വേരിയേഷൻ ആണ്. എഫ് ഓഫ് ആ ഫംഗ്ഷനെ കംപ്ലീറ്റ് ആയിട്ട് ടിയുടെ ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്തു.
magnitude of v of t dt. What is v of t? V of t is dr by dt. So line integral over a curve c of a function f evaluate ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം? ആദ്യം ആ കർവിനെ പാരാമെട്രിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കർവിന്റെ വെക്ടർ ഇക്വേഷൻ കിട്ടും. r is equal to x of t into y plus y of t into j plus z of t into k. And t യുടെ വേരിയേഷൻ. പിന്നെ dr by dt evaluate ചെയ്യാം. എങ്ങനെ dr by dt? dr by dt is dx by dt into y plus dy by dt into j plus dz by dt into k. dr by dt കിട്ടും. dr by dt is v of t. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ c f of x y z ds is equal to, that means line integral is equal to ഇന്റഗ്രൽ t യുടെ വേരിയേഷൻ ഫംഗ്ഷൻ x y z ഉള്ളത് കംപ്ലീറ്റ് t യുടെ മോഡൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t dt. അപ്പോൾ ഇതൊരു സിംഗിൾ ഇന്റഗ്രൽ ആണ്. ഇവാലുവേഷൻ സിംഗിൾ ഇന്റഗ്രൽസിന്റെ ഇവാലുവേഷൻ ആകുന്നത് ആ കൺവേർഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. ലൈൻ ഇൻ്റഗ്രൽസിനെ കോണ്ടൂർ ഇൻ്റഗ്രൽസ്, അതുപോലെ കർവി ലീനിയർ ഇൻ്റഗ്രൽസ് എന്നും വിളിക്കാറുണ്ട്. ഈ എക്സാമ്പിളിൽ ഫൈൻഡ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് f of x y z or the straight line segment joining 2.000 and 213. The line integral ആണ് over the straight line segment joining 2 points 000 and 213. ലൈൻ ഇൻ്റഗ്രലിലോട്ട് കിടക്കുമ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ വേണം, അതും പാരാമെട്രിക് ഫോമിൽ. അപ്പോൾ ആദ്യം ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ പാരാമെട്രിക് ഫോമിൽ എഴുതിയാൽ നമുക്കറിയാം x is equal to x naught plus at, y is equal to y naught plus bt and z is equal to z naught plus ct. ഇതാണ് പാരാമെട്രിക് ഫോം. x naught y naught z naught എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, എ ബി സി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അപ്പോൾ x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1. ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് 000 എന്നെടുത്താൽ എ ബി സി 213 തന്നെ വരിക. So 2t എന്ന് വരും. x is equal to 2t and y is equal to t, z is equal to 3t എന്ന് വരും. Now t യുടെ വാല്യൂ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ t can take anywhere minus infinity to infinity. പക്ഷെ ലൈൻ സെഗ്മെന്റ് ആകുമ്പോൾ t യുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. 0 ആകുമ്പോൾ ഫസ്റ്റ് പോയിന്റ്, 1 ആകുമ്പോൾ സെക്കൻഡ് പോയിന്റ്, അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ അല്ലെങ്കിൽ ദ കർവ് സി, സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് സി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. r of t is equal to x of t into y, that is 2t into y, plus y of t into j, that is tj, plus z of t into k, that is 3tk. ഇതാണ് ഈ കർവിൻ്റെ ഇക്വേഷൻ. Of course 0 less than or equal to t less than or equal to 1. ഇപ്പോൾ കർവായി. ഇനി വേണ്ടത് നമ്മൾ ആ ഇൻ്റഗ്രലിലോട്ട് പോവുകയാണ്. ഇൻ്റഗ്രലിലോട്ട് പോകുന്നതിന് മുമ്പ് ഇൻ്റഗ്രലിൽ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് is defined as integral a to b f of x നെ x of t ആക്കും, y നെ y of t ആക്കും, z നെ z of t ആക്കും, into modulus of v of t dt. ഇതായിരുന്നു ബൈ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ വേണം v of t ആദ്യം. So we have r of t is equal to, ഒന്നുകൂടെ ഞാൻ എഴുതുന്നു, 2ti plus tj plus 3tk. So v of t is differentiating with respect to t ചെയ്താൽ 2y plus j plus 3k. And ഇവിടെ t യുടെ വേരിയേഷൻ is from 0 to 1.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഇൻ്റഗ്രൽ ടിയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 1 എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളത് 3x². അപ്പോൾ ടിയിലോട്ട് മാറുന്നതെല്ലാം 3x² എന്ന് പറയുന്നത് 3 × 2t² പ്ലസ് 2xz 2 × 2t × 3t 12t² വരണം, minus y that is t plus z that is 3t. ഇതാണ് f of xyz വരിക into magnitude of v of t. Magnitude of v of t is root of 2² plus 1² plus 3² dt. 2t the whole square is 4t², so 12t² plus 12t² 24t². So 24t² plus 2t, and root of 2² plus 1² plus 3² is root 14. So root 14 പുറത്ത് dt. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ root 14 into 24t² ഉള്ളത് 24 into t³ / 3 plus 2 into t ഉള്ളത് t² / 2. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 0 to 1. So root 14 into 0 substitute 0 I 1 substitute 24/3, that is 8 plus 1, so 9 root 14. 9 root 14. In example, integrate f of xy is equal to x³ by y over the curve C. Y is equal to x² by 2. 0 less than or equal to x less than or equal to 2. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ കർവിന് പാരാമെട്രിക് ഇക്വേഷൻ മനസ്സിലാക്കലാണ്. y is equal to x² by 2 എന്ന് പറഞ്ഞാൽ പരാബോള ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതുപോലുള്ള പരാബോള ആയിരിക്കും. ഇനി അതിനെ പാരാമെട്രിക് ഫോമിലോട്ട് മാറ്റണം. ഇവിടെ പാരാമെട്രിക് ഫോമിലോട്ട് മാറ്റാൻ എക്സിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y is equal to t² by 2i. So parametric form നമുക്ക് ഇങ്ങനെ കിട്ടി. x equal to t and y is equal to t² by 2, and x lies between 0 to 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം t lies between 0 to 2i. Therefore curve is r of t is equal to x of t into I, so ti plus t² by 2j. So നമുക്ക് curve I f of xy ds is equal to integral a to b f of x of t y of t എല്ലാം പാരാമെട്രിക് ആയി ടിയിലോട്ട് മാറ്റും. മോഡുലസ് ഓഫ് v of t dt വരും. അപ്പോൾ അതിന് v കാണണം. We have r of t is equal to ti plus t² by 2j. 0 less than or equal to t less than or equal to 2. നമ്മൾ dr by dt കാണുന്നു. That is v of t equal to, with respect to t differentiate ചെയ്ത് കഴിഞ്ഞാൽ I plus tj എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഇൻ്റഗ്രൽ 0 to 2. What is f of xy? f of xy is x³ by y. x³ എന്ന് പറയുമ്പോൾ t³ by y എന്ന് പറയുന്നത് t² by 2. So t² by 2. Magnitude of v of t. Magnitude of v of t is root of 1 plus t² dt. ഇനിയിപ്പോൾ ആ ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ഇൻ്റഗ്രൽ 0 to 2. 2 മുകളിൽ വരും. t² കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2t ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് t² ആയി dt. അപ്പോൾ നമുക്ക് 1 പ്ലസ് t²നെ u എന്നോ മറ്റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So take u is equal to 1 plus t². So du is equal to 2t dt. T varies from 0 to 2.
So u varies from 1 to 5. So integral ingane marum, integral 1 to 5 root of 1 plus t square u. So root u du. Integrate ചെയ്യുന്ന സമയത്ത് u raised to 1 by 2 ഉണ്ട് u raised to 3 by 2 divided by 3 by 2 limit apply ചെയ്യാം 1 to 5, that is 2 by 3 into 5 raised to 3 by 2 minus 1 raised to 3 by 2. നോക്കൂ എക്സാമ്പിൾ integrate f of xyz is equal to ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. over the path from 0, 0, 0 to 1, 1, 1. അപ്പോൾ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പാത്താണ് ഗിവൺ ബൈ, പക്ഷെ രണ്ട് കേർവ്സ് ആണ് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തത് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി വൈ പ്ലസ് ടി സ്ക്വയർ ജെ, രണ്ടാമത്തത് ഐ പ്ലസ് ജെ പ്ലസ് ടി കെ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ എങ്കിലും പറയാം, ദിസ് ഇസ് C1 and this is C2. This is the point 0, 0, 0. This is the point 1, 1, 1. So integral over നമുക്ക് വേണ്ടത് C1 plus C2 ആണ്. f of x, y, z ds is equal to integral over C1 f of x, y, z ds plus integral over C2 f of x, y, z ds. എന്നാൽ ഞാനിവിടെ കേർവ്സ് ഒന്നും കൂടെ വ്യക്തമായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 0, 0, 0 ആണ്. ആദ്യത്തെ കേർവ് C1 is given by r of t is equal to ti plus t square j. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും x t ആണ്, y t square ആണ്, z 0 ആണ്, z ഇല്ല. അതിനർത്ഥം ഈ കേർവ് എക്സ് വൈ പ്ലെയിനിലാണ്. എക്സ് വൈ പ്ലെയിനിലുള്ള കേർവ് ആണ്. ശരി, ടി 0 ആകുമ്പോൾ പോയിന്റ് 0, 0 ആണ്, ടി 1 ആകുമ്പോൾ പോയിന്റ് 1, 1, 0 ആണ്. സോ 1, 1, 0 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ളതാണ്. സോ 1, 1, 0 ഇത് ഇതിലേക്കുള്ള എക്സ് വൈ പ്ലെയിനിലോടുള്ള, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എക്സ് ടി ആണ്, വൈ ടി സ്ക്വയർ ആണ്. സോ എക്സ് ടി ആണ്, വൈ ടി സ്ക്വയർ ആ മീൻസ് വൈ ഇസ് എക്സ് സ്ക്വയർ. y is equal to x square എന്ന് പറഞ്ഞ പരാബോളിക് പാത്താണ്. ദിസ് ഇസ് ദ കർവ് C1. ഇനി രണ്ടാമത്തെ കർവിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 0 ആവുന്ന സമയത്ത് 0, 0, 0 വരും ആൻഡ് 1, 1, 1 ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തതാണ്. ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ x 1, y 1 ആൻഡ് z is equal to t. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷനാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ 1, 1, 1ഉം ഈ പറഞ്ഞ 1, 1, 0യും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. അപ്പോൾ രണ്ടാമത്തെ കർവ് ഇസ് ദ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു z ആക്സിസ് ജോയിനിങ് ദ പോയിന്റ്സ് 1, 1, 0 ആൻഡ് 1, 1, 1. അപ്പോൾ അതെന്താ ആയിക്കോട്ടെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നതിന് അത് വ്യക്തമായിട്ട് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, റഫായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ രണ്ട് ഇന്റഗ്രലും ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ കേസ് ടു ഇവാലുവേറ്റ് integral over C1 f of x, y, z ds. അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് ആ കർവ് ഇക്വേഷൻ ഉണ്ട്. r of t is equal to ti plus t square j. നമ്മുടെ ലൈൻ ഇന്റഗ്രലിന്റെ കേസിൽ നമുക്ക് v of t വേണം, ദാറ്റ് is dr by dt വേണം. വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ i plus 2tj എന്നാ വരിക. ഓഫ് കോഴ്സ് ടിയുടെ വേരിയേഷൻ അവിടെ 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു t ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇത് സെപ്പറേറ്റ് കേസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി രണ്ടും കൂടെ അല്ലല്ലോ, ഓരോ ഇന്റഗ്രലാന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. സോ ഇന്റഗ്രൽ ഓവർ C1 f of x, y, z ds is equal to ഫോർമുല പ്രകാരം ഇന്റഗ്രൽ f of x of t, y of t, z of t, അതായത് എല്ലാം ഏതിന്റെ ടേംസിലേക്ക് ആക്കണം, ടിയുടെ ടേംസിലോട്ട് കൊണ്ടുവരണം. മോഡുലസ് ഓഫ് v of t, സോറി മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t dt, ടിയുടെ വേരിയേഷൻ ഇവിടെ 0 to 1 ആണ്. സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ f of x, y, z, that is x minus root y minus z square. No, x plus root y minus z square ആണ്.
അപ്പോൾ ആദ്യത്തെ കേർവിൽ C1 എക്സസ് ടി ആണ്. സോ ദിസ് ഇസ് ടി പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ 0, ദാറ്റ് ഇസ് 2t വരും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ വരും ഇൻ്റഗ്രൽ 0 to 1 2t ആയി ഫംഗ്ഷൻ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഓഫ് ടി ഇസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4t സ്ക്വയർ dt. ഇനി ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റീനെ ഒരു യു എന്ന് വിളിക്കാം. സോ യു ഇസ് ഈക്വൽ ടു ലെറ്റ് യു ഇസ് ഈക്വൽ ടു 1 പ്ലസ് 4t സ്ക്വയർ, then du is equal to 8t dt. So du by 4 is equal to 2t dt. And അതാണ് അവിടെ നമുക്ക് വേണ്ടത്. ആൻഡ് വേരിയേഷൻസ് നോക്കുമ്പോൾ t is varying from 0 to 1. Therefore u is varying from 0 ആവുന്ന സമയത്ത് 1, 1 ആവുന്ന സമയത്ത് 5. സോ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറി. ഇൻ്റഗ്രൽ 1 to 5 2t dt, that is du by 4 and root of u എന്ന് വന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to 3/2 by 3/2, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 to 5, ഒരു 1/4 വേറെ പുറത്തുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരും 1/6 ഇൻറ്റു 5 root 5 minus 1. ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ ഓവർ C2 f of x y z ds. നമുക്കതിൽ വേണം curve C2. C2 is a curve r of t is equal to, തന്നിരുന്നത് ഇങ്ങനെയാണ്, r of t is equal to I plus j plus tk, t varies from 0 to 1. So v of t is equal to dr by dt. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ആകെ ടിയിൽ തേർഡ് കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായി. ഇനി ഫങ്ഷൻ വേണം. f of x y z is x plus root y minus z square. And ഇവിടെ x is 1, x 1 ആണ്, y 1 ആണ്, z t ആണ്. ഓവർ ദ കർവ് C2 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ xi plus yj plus zk എന്ന് പറയുന്ന കർവിൻ്റെ ഇക്വേഷനിൽ x1 y1 zt ആണ്. സോ പാരാമെട്രിക് ഫോമിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് 2 minus t സ്ക്വയർ എന്ന് കിട്ടും ഫംഗ്ഷൻ. സോ 2 minus t സ്ക്വയർ. ഇൻ്റഗ്രലോട്ട് പോയാൽ ഇൻ്റഗ്രൽ ഓവർ C2 f of x y z ds is equal to integral over C2 f of x of t x of t y of t z of t magnitude of v of t dt and t the variation is from 0 to 1. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ വന്നു 0 to 1. Function is 2 minus t square. Magnitude of v of t is 1. So dt that is equal to integrate ചെയ്ത് കഴിഞ്ഞാൽ 2t minus t cube by 3. Limit substitute ചെയ്യാം 0 to 1. So that is 2 minus 1 by 3 equal to 5 by 3. So രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 5 by 3. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. So integral over c is equal to integral over c1 plus integral over c2. So that is 1 by 6 into 5 root 5 minus 1 plus 5 by 3. That is 1. That equals 1 by 6 into 5 root 5 minus 1 plus 10. LCM എടുത്താണ്. So that is equal to 1 by 6 into 5 root 5 plus 9. അടുത്തൊരു ഡെഫിനിഷൻ നോക്കുക, വെക്ടർ ഫീൽഡ്. വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. A vector field in space is a function that assigns a vector to each point on the domain. 3-dimensional ഏതെങ്കിലും ഒരു റീജിയനിൽ എല്ലാ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ such a function is called vector field or vector function. നമ്മൾ സ്കെയിലാർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ട് സ്കെയിലാർസ് ഡിഫൈൻ ചെയ്തു. ഇവിടെയാണെങ്കിൽ ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇനി ഇവിടെ വെക്ടർ ഫീൽഡ് എന്ന് പറയാനുള്ള കാരണം നമുക്ക് അതിനെ വേണമെങ്കിൽ സ്കെച്ച് ചെയ്യാം ആസ് എ ഫീൽഡ്. ഫോർ എക്സാമ്പിൾ
2xi plus yj. So 2-dimensional ആണ്. 2-dimensional ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു വെക്ടർ ഡിഫൈൻ ചെയ്യുന്നു xi plus yj. കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ദ പോയിന്റ് xy ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന xi plus yj എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ കിട്ടും. So that is vector field corresponding to every point we are defining a vector. ഇതേപോലെ തന്നെ f of xy is equal to minus yi plus xj divided by root of x square plus y square. ഈ root of x square plus y square വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is we are dividing with the magnitude of the vector. That means it's a unit vector. ഈ ഇതിനെ നമ്മൾ ഇത് പൊസിഷൻ വെക്ടർ ആണ് ഫസ്റ്റ് വൺ. ഇത് സ്പിന്നിങ് വെക്ടർ എന്ന് പറയും. അതായത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ. നിങ്ങൾ 1 എന്ന് 0 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 1j എന്ന് പറഞ്ഞ വെക്ടർ ഇസ് എ വെക്ടർ. ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഇതാണ് വെക്ടർ, ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഇതാണ് വെക്ടർ, ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും പോയിന്റ് എടുത്താൽ ഇതാണ് വെക്ടർ. ഇങ്ങനെ ഈ ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ് സ്പിന്നിങ് വെക്ടർ എന്ന് പറയുന്നത്. വെക്ടർ ഫീൽഡ്. ഇതേപോലെ തന്നെ വേറെ ഒന്ന് കറസ്പോണ്ടിങ് ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് സ്കെയിലാർ ഫംഗ്ഷൻ. നമ്മൾ ഇതിനു മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡെൽ എഫ്, ദാറ്റ് ഇസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ. സോ അതും അഗെയിൻ വെക്ടർ ഫീൽഡ് ആണ്. ഇറ്റ്സ് എ വെക്ടർ ഫംഗ്ഷൻ corresponding to every x, y, z we are getting a vector. So that is called a gradient vector field. Gradient vector field. So vector field എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏത് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ. അപ്പൊ അത് വെലോസിറ്റി വെക്ടർ ഫീൽഡ് ഉണ്ടാവും, ഫോഴ്സ് ആസ് എ വെക്ടർ ഫീൽഡ്, മാഗ്നറ്റിക് ഫോഴ്സ് ആസ് എ വെക്ടർ ഫീൽഡ് വരാം. ഇതെല്ലാം വെക്ടർ ഫീൽഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഒന്ന് രണ്ട് അപ്ലിക്കേഷൻസിലോട്ട് പോവുകയാണ് ഓഫ് ലൈൻ ഇന്റഗ്രൽ. ഫസ്റ്റ് വൺ ഇസ് വർക്ക് ഡൺ. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ബോഡി ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ പറയും. ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡി കോസ് തീറ്റ എന്ന് പറയും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡി കോസ് തീറ്റ, എഫ് ഡി കോസ് തീറ്റ എന്ന് പറയും. ഇവിടെ ഇത്രയേ ഉള്ളൂ, ഫോഴ്സ് ഇസ് ആക്ടിങ് and body is moving along a curve in 3 dimension. R of t എന്നാണ് ആ കർവിന്റെ ഇക്വേഷൻ. So R of t ആണ് ഇക്വേഷൻ from the point A to P. അങ്ങനെയാണ് work done as integral over the curve C f dot t ds. What is f and t? f തന്നിരിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ആസ് എ ഫീൽഡ് ആണ് ഇവിടെ, കാരണം ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ്. And t is unit tangent vector to the curve. Unit tangent vector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t is v of t is a vector tangential to the curve. v of t divided by magnitude of v of t, where v of t is equal to dr by dt. അപ്പൊ അങ്ങനെ ഒരു ഇതിനെ വേണേൽ ഇങ്ങനെയും പറയാം, w is equal to integral over c f dot t is v of t divided by magnitude of v of t. And ds is കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു s is the integral 0 to t magnitude of v of t dt. നമ്മൾ ലെങ്ത് ആർക്ക് ലെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന റൂട്ട് ഓഫ് dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square ന്റെ ഇന്റഗ്രൽ. അത് തന്നെയാണ് ഇന്റഗ്രൽ 0 to t magnitude of v of t dt. അങ്ങനെ വരുമ്പോൾ ds എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t dt വരുള്ളൂ. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ds ആണ്. അപ്പൊ ds മാഗ്നിറ്റ്യൂഡ് ഓഫ് v of t dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇന്റഗ്രൽ f dot v of t dt എന്ന് വരും. That is same as integral over c f dot v of t is dr by dt. നമ്മുടെ ഇവിടെ പോയിന്റ് ഇതാണ്, വർക്ക് ഡൺ ഇസ്, ഇതാണ് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം. F is acting, R is a curve,
R നമുക്ക് പാരാമെട്രിക് ഫോം അറിയാം, dr/dt കാണാൻ അറിയാം. സോ dr/dt കാണാം, f വെച്ച് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക ഓവർ ദ കർവ് C. രണ്ടാമത്തെ അപ്ലിക്കേഷൻ നോക്കൂ, ഫ്ലോ അല്ലെങ്കിൽ സർക്കുലേഷൻ. If R of t is a smooth curve in the domain of a continuous velocity field, ഇവിടെ വെലോസിറ്റി ഫീൽഡ് ആണ്. ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞ ഫോഴ്സ് ആയിരുന്നു ഫീൽഡ്, അതായത് വെക്ടർ ഫീൽഡ്. അപ്പോൾ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി വെക്ടർ ആണ്. നേരത്തെ പറഞ്ഞാൽ ഫോഴ്സ് ആസ് എ വെക്ടർ ആയിരുന്നു. ദ ഫ്ലോ അലോങ് ദ കർവ്, നമുക്ക് വേണം ഇങ്ങനെ ചിന്തിച്ചോളൂ, ഏതോ ഒരു ലിക്വിഡ് ഒഴുകി പോവുകയാണ്. ആ ഒഴുകുന്ന വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റി ആണ് ഓരോ പോയിന്റിലും അതിന്റെ വെക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ കർവ് അതാണ് നമ്മൾ R. Then the flow is given by the line integral f dot t ds. ഇവാലുവേഷൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രൽ f dot dr/dt dt എന്ന് വരും. ഇനി ഇൻ കേസ് ഈ C എന്ന് പറയുന്ന കർവ് ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ, ക്ലോസ്ഡ് കർവ് ആണ് C എങ്കിൽ, ഇറ്റ്സ് എ ക്ലോസ്ഡ് കർവ്, അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോനെ നമ്മൾ സർക്കുലേഷൻ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ പറയുമ്പോൾ പലപ്പോഴും ഇന്റഗ്രൽ ക്ലോസ്ഡ് നൊട്ടേഷനകത്ത് ചെറിയൊരു ചേഞ്ച് കൊടുക്കാറുണ്ട്. ഇറ്റ് മീൻസ് C is closed curve, closed line integral എന്നും പറയാറുണ്ട്. നോക്കൂ ഈ എക്സാമ്പിൾ, ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ് F ഓവർ ദ കർവ്. എഫ് വന്നിട്ടുണ്ട്, ഏതോ ബോഡിയാണ് ഈ ഫോഴ്സ് മൂവ് ചെയ്യുകയാണ് അലോങ് ദ കർവ് R of t is equal to sin t into I plus cos t j plus tk, where t varies from 0 to 2pi. ഇവിടെ നമുക്ക് വേണ്ട വർക്ക് ഡൺ ആണ്. ബൈ ഫോർമുല വർക്ക് ഡൺ is equal to integral over the curve f dot t ds ആണ്. And where t is equal to dr by dt divided by magnitude of dr by dt ആണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം v of t divided by magnitude of v of t ആണ്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇന്റഗ്രൽ ഇങ്ങനെ മാറും, ഇന്റഗ്രൽ ഓവർ c f dot dr by dt എന്നേ വരുള്ളൂ dt. നമ്മുടെ കയ്യിലുള്ള കേർവ് നോക്കാം. Curve is R of t is equal to sin t into I plus cos t j plus tk. dr by dt നമ്മൾ കണ്ടാൽ dr by dt is equal to cos t into I minus sin t into j plus k. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ so that is equal to integral ഓവർ ദ കർവ് ആണ്. അത് എഫ് തന്നിരിക്കുന്നത് ZI പ്ലസ് എക്സ് ജെ പ്ലസ് വൈ കെ ആണ്. പക്ഷേ ഓവർ ദിസ് കർവ് എക്സ് അതായത് എക്സും വൈയും സെഡും ഒക്കെ, എക്സ് സൈൻ ടി ആ, വൈ കോസ് ടി ആ, ദിസ് ഇസ് വൈ, ഇത് എക്സ് ആൻഡ് ദിസ് ഇസ് സെഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെ മാറി. ഫംഗ്ഷൻ മാറിയിട്ട് നമുക്ക് ZI, സോ ടി ഐ പ്ലസ് എക്സ് ജെ, സോ സൈൻ ടി ജെ plus yk cos t k dot dr by dt is cos t I minus sin t j plus ki dt, and t യുടെ വേരിയേഷൻ is from 0 to 2pi. ഇപ്പോൾ നമുക്കാകെ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് ആദ്യം ഡോട്ട് പ്രൊഡക്റ്റ് കാണണം. സോ ഇന്റഗ്രൽ 0 to 2pi, ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ t cos t മൈനസ് സൈൻ സ്ക്വയർ t പ്ലസ് കോസ് t dt എന്ന് വരും. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2pi, t cos t-നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് ചെയ്യാവുന്ന. സൈൻ സ്ക്വയർ t-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 1 മൈനസ് കോസ് 2t ബൈ 2 എന്ന് എഴുതണം, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് കോസ് ടി, നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ശരി, ആദ്യത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ഇൻറ്റു കോസ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇത്രയായിരിക്കും വരെ ആദ്യത്തേനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 to 2pi. രണ്ടാമത്തേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/2t മൈനസ്
cos 2t യുടെ integral is sin 2t by 2, so by 4, 0 to 2 pi. Then again cos t യുടെ integral is sin t, 0 to 2 pi. ഇതിൻ്റെ അത് സൈൻ ഉള്ള ടേംസ് ഒക്കെയും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 ആയി വരിക. അപ്പോൾ ആ ടേംസ് എല്ലാം ഒഴിവാക്കുന്നു. അപ്പോൾ ആകെയുള്ളത് കോസ് ഉള്ള ടേം ഉണ്ട്. കോസ് ഉള്ള ടേമിൽ cos 2π is 1 മൈനസ് cos 0 is 1. അപ്പോൾ അത് പോയി, അതും 0 ആയി. മൈനസ് ഇവിടെ ഒരു 1/2 t ഉള്ള ടേം ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പൈ ആയി, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 ആയി. ബാക്കി എല്ലാ ടേംസും പോയി, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആൻസർ ഇസ് മൈനസ് പൈ. ഈ എക്സാമ്പിളിൽ ഫൈൻഡ് ദ സർക്കുലേഷൻ ഓഫ് എഫ് അറൌണ്ട് ദ ക്ലോസ്ഡ് പാത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫോളോയിങ് 3 കർവ്സ്. അപ്പോൾ ഒരു വെക്ടർ ഫംഗ്ഷൻ ഉണ്ട്, 3 കർവുകളുണ്ട്. അത് 3ഉം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കുമെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ ക്ലോസ്ഡ് പാത്ത് ഇവിടെ ശരിക്കും ആദ്യത്തെ ഒരു ഹെലിക്സ് ആണ്, രണ്ടാമത്തത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, മൂന്നാമത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും നോക്കുന്നില്ല. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് C1 ആൻഡ് ഇത് C2 ആൻഡ് C2 എൻ്റെ ചെയ്യുന്ന C3. അത് വേണേൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വെൻ t is equal to 0, C1 നമുക്ക് കിട്ടുക 1 0 0 ആണ്. ആൻഡ് C2ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ C1ൻ്റെ എൻഡിങ് പോയിന്റ് രണ്ടും സെയിം ആണോ എന്ന് നോക്കാം. 0 1 π/2 എന്നാണ് നമുക്ക് കിട്ടുക. അതായത് C2ൽ tക്ക് 0 എന്ന് കൊടുത്താലോ C1ൽ tക്ക് π/2 എന്ന് കൊടുത്താലോ രണ്ടും സെയിം പോയിന്റ് ആയിട്ട്. അതേപോലെ തന്നെ C2ൽ tക്ക് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0 1 0 എന്ന് പറഞ്ഞ പോയിന്റ്. ഇത് തന്നെയായിരിക്കും C3ൽ tക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാലും. സൊല്യൂഷൻ ആസ് ഇന്റഗ്രൽ ഓവർ C, ഇത് 3ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ C എന്ന് വിളിക്കാം. C f dot t ds ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ C1 f dot t ds പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 f dot t ds പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 f dot t ds. ശരി, അപ്പോൾ ഓരോ കേസുകളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തത് ടു ഇവാലുവേറ്റ്, ടു ഫൈൻഡ്. നമ്മളെ കയ്യിലുള്ളത് r of t is equal to, so we have r of t is equal to cos t into y plus sin t into j plus tk ആണ്. 0 less than or equal to t less than or equal to π/2 ഇതാ തന്നിട്ടുള്ളത്. നമ്മൾ dr by dt കാണുന്നു. So dr by dt is equal to minus sin t into y plus cos t into j plus k എന്ന് വരും. ഇതാണ് dr by dt. നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ഓവർ C1 f dot t ds ആണ്. That is equal to integral over C1 f dot dr by dt dt. dr by dt dt. ഇവിടെ ഫംഗ്ഷൻ f is equal to 2xi plus 2zj plus 2yk. ഇനി ഈ കർവിലെ എക്സും വൈയും സെഡ് എന്താ നോക്കൂ. എക്സ് is cos t and y is sin t and z is t. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ മാറും. This is 2 cos ti plus 2 tj plus 2 sin tk. ഇന്റഗ്രൽ വരും. ഇന്റഗ്രൽ C1 എന്ന് പറയുമ്പോൾ ടിയിലേക്ക് മാറ്റുക നമ്മൾ. 0 to π/2 ആൻഡ് f ഡോട്ട് വരിക. അപ്പോൾ 2 cos t I plus 2 tj plus 2 sin tk dot minus sin ti plus cos tj plus k dt. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് minus 2 sin t cos t plus 2 t cos t plus
2 sin t എന്ന് വരും dt. ഇന്റഗ്രൽ 0 to pi by 2. അപ്പോൾ ആദ്യത്തെ 2 sin t cos t sin 2t. sin 2t നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് cos 2t by 2 ആണ്. സോ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. സോ cos 2t by 2 വരും ആദ്യത്തേത്. രണ്ടാമത്തെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. സോ 2t ഇൻറ്റു cos tയുടെ ഇൻ്റഗ്രൽ sin t മൈനസ് ഇൻ്റഗ്രൽ 0 to pi by 2 ആൻഡ് 2tയുടേത് ഇതൊക്കെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 0 to pi by 2 ഉണ്ട്, ഇതും 0 to pi by 2 ഉണ്ട്. 2tയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2 ആൻഡ് cos tയുടെ ഇൻ്റഗ്രൽ sin t പ്ലസ് ഇൻ്റഗ്രൽ 0 to pi by 2 2 sin t. അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രൽസ് അവിടെ കട്ട് ചെയ്തു പോകും. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യേണ്ട. ബാക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തത് cos 2tക്ക് pi by 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ cos pi ആയി. cos piയുടെ വാല്യൂ -1, സോ -1/2 മൈനസ് cos 0 is 1, സോ -1/2. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ അതാ വരിക. രണ്ടാമത്തത് pi by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് sin pi by 2 is 1, സോ pi വന്നു. sin 0 is 0, സോ ദിസ് is equal to pi -1. ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ വരിക, ഇൻ്റഗ്രൽ ഓവർ C1. ഇനി അടുത്ത നമ്മൾ ഇൻ്റഗ്രൽ ഓവർ C2 ആണ്. സോ ടു ഫൈൻഡ് സോ r of t is j plus pi by 2 into 1 minus t k and 0 less than or equal to t less than or equal to 1 ആണ്. ഇവിടെയും നമ്മുടെ ഫംഗ്ഷൻ is 2xi plus 2zj plus 2yk. ഓക്കെ, നമുക്ക് dr by dt വേണം. dr by dt ആദ്യത്തേലില്ല. സോ pi by 2 into 1 minus t നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ -1 ആവില്ല. സോ -pi by 2k വരും. ഇനി ഫംഗ്ഷനും ഒന്നും കൂടെ നമ്മൾ ടിയുടെ ടേംസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എക്സും വൈയും സെഡും ശ്രദ്ധിക്കണം. എക്സ് 0 ആണ് ആൻഡ് വൈയുടെ വാല്യൂ 1 ആണ്. സെഡിൻ്റെ വാല്യൂ ആണ് pi by 2 into 1 minus t. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 0 ആണ്, സെഡിൻ്റെ വാല്യൂ pi by 2 into 1 minus t, so pi into 1 minus t j plus 2yk, so 2k. നമ്മുടെ ഇൻ്റഗ്രലിലോട്ട് പോയാൽ ഇൻ്റഗ്രൽ ഓവർ c f dot t ds is equal to ഇൻ്റഗ്രൽ ഓവർ c f dot dr by dt dt pi into 1 minus t j plus 2k, അതാണ് f. Dot with dr by dt, that is minus pi by 2k dt. So that is integral 0 to 1 minus pi or dt എന്ന് വരും. So answer is minus pi. ഇതാണ് സെക്കൻഡ് ഇൻ്റഗ്രൽ. ഇനി തേർഡ് ഇൻ്റഗ്രൽ നമുക്ക് dr by dt വേണം. അപ്പോൾ C3 എന്ന് പറയുന്ന കർവ് r of t is equal to ആണ്. സോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ i മൈനസ് j എന്നായിരിക്കും വരിക. ആൻഡ് f 2xi പ്ലസ് 2zj പ്ലസ് 2yk. ഈ കർവിൽ എക്സും വൈയും സെഡും. എക്സ് t ആണ്, y 1 മൈനസ് t ആണ്, z 0 ആണ്. സോ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ മാറും. 2ti പ്ലസ് 2zj 0i 2 into 1 minus t k. ഇൻ്റഗ്രലിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ c3 f dot t ds is equal to ഇൻ്റഗ്രൽ ടിയിലോട്ട് മാറുകയാണ്. ആൻഡ് ടിയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 1. അപ്പോൾ അതിവിടെ എഴുതാൻ വിട്ടുപോയി. 0 less than or equal to t less than or equal to 1 ആണ്. സോ 0 to 1 f dot dr by dt dt ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 f is 2ti plus 2 into 1 minus t j, no 1 minus t k dot dr by dt is I minus j dt. So that is equal to
ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to 1 2t വരുള്ളൂ, കാരണം ഒന്ന് കെയും മറ്റത് ജെയും ആണ്. സോ 2t dt എന്നേ വരുള്ളൂ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ആയി, ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 to 1, ആൻസർ ഇസ് 1. സോ നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ഓവർ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ c1 പ്ലസ് ഇന്റഗ്രൽ ഓവർ c2 പ്ലസ് ഇന്റഗ്രൽ ഓവർ c3. ആദ്യം നമുക്ക് കിട്ടിയിരുന്ന ഇന്റഗ്രൽ പൈ മൈനസ് 1, പിന്നെ കിട്ടിയിരുന്ന ഇന്റഗ്രൽ മൈനസ് പൈ, ഇപ്പോൾ കിട്ടിയിരുന്ന ഇന്റഗ്രൽ 1, എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് 0. മൂന്നാമത്തെ application, flex across a plane curve. If C is a closed curve in the domain of a continuous function f, at the point C is closed, f is a vector function in the plane. രണ്ടാമത്തെ കാര്യം, ഇത് പ്ലെയിനിലാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അത് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റീജിയനിൽ ഒരു ക്ലോസ്ഡ് കർവ് ആണ് C, and n is outward normal on C. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലെയിനിലാണ് കർവ് വരുന്നത്. C ക്ലോസ്ഡ് കർവ് ആണ് C, and n is യൂണിറ്റ് നോർമൽ ഡയറക്ഷൻ ആണ്, ഔട്ട്വേർഡ് നോർമൽ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ t is a യൂണിറ്റ് വെക്ടർ ടാൻജൻഷ്യൽ. ഇത് xy പ്ലെയിനിലാകുമ്പോൾ k is perpendicular. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ n എന്ന് പറയുന്നത്, k എന്ന് പറയുന്നത് z ആക്സിന്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ. n is exactly t cross k ആയി. ഈ ഡയറക്ഷൻ, ഇതാണ് ഡയറക്ഷൻ എങ്കിൽ, കർവിന്റെ ഡയറക്ഷൻ x to y ആണെങ്കിൽ, x to y എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ n is equal to t cross k ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ, നേരെ തിരിച്ചാണ് ഡയറക്ഷൻ വരുന്നതെങ്കിൽ, ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ടിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായി, കെയുടെ ഡയറക്ഷൻ അഗൈൻ മുകളിലോട്ട് തന്നെയാണ്. സോ n is equal to, in that case n is equal to k cross t ആണ്. അപ്പൊ എന്തായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു എന്ന് തന്നെ ചിന്തിച്ചോളൂ. വെലോസിറ്റി വെക്ടർ ഇസ് ദ ഔട്ട്വേർഡ് നോർമൽ ഇസ് n, then the flex across, നമ്മൾ ഫ്ലെക്സ്, മാഗ്നറ്റിക് ഫ്ലെക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ the flex across C is equal to integral over C f dot n ds. അങ്ങനെയാണെങ്കിൽ that is equal to integral over C, closed integral ആണ്. Again f dot n is equal to k cross t or t cross k. ഞാൻ t cross k എന്ന് എടുക്കുന്നു, t cross k. Now what is t? ds, that is integral over C f dot t is v of t divided by magnitude of v of t cross k. ds is magnitude of v of t dt. ഇത് രണ്ടും കട്ട് ചെയ്തു പോയി. സോ ഇന്റഗ്രൽ ഓവർ C f dot is dr by dx by dt into I plus dy by dt into j cross k and dt is there. അപ്പോൾ ഇത് ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ integral over C f dot I cross k is minus j, so dx j dt dt പോയി, and j cross k is I plus dy I വന്നു. f ആയിട്ട് ഡോട്ട് എടുക്കുന്നു, f is m സൈഡിലേക്ക് എഴുതാണ്. ഓക്കെ, this is integral over C mi plus nj dot dy I minus dx j ആണ്. So that is equal to integral over C, again closed interval, m dy minus n dx. ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഫ്ലക്സസ് f dot n ds, f mi plus nj ആണെങ്കിൽ m dy minus n dx ന്റെ ക്ലോസ് ഇന്റഗ്രൽ ഓവർ C കണ്ടാൽ മതി. പക്ഷെ അപ്പോഴും കുറെ
ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? നമുക്ക് തന്നിരിക്കുന്നതിന്റെ അകത്ത് എന്തായാലും കേർവ് തന്നിട്ടുണ്ടാവുമല്ലോ, അതിനെ പാരാമെട്രിക് ഫോമിൽ എഴുതാം. വേഗോട് പോയി. അപ്പൊ ഇത് മൊത്തമായിട്ട് പാരാമെട്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ പാരാമീറ്റർ ടീന്റെ മുകളിലേക്കുള്ള ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. സോ ലൈൻ ഇന്റഗ്രൽസ് എല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഓർത്തു വയ്ക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ് ആണെങ്കിൽ n p ക്രോസ് k. നമ്മളിവിടെ ഈ ചെയ്ത സമയത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് അസ്യൂം ചെയ്തിട്ടാ ചെയ്തു പോന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുത്ത കാര്യം കറക്റ്റ് ആണ്. ഈ കിട്ടുന്ന നെഗറ്റീവ് ആണെങ്കിൽ സെൻസസ് നേരെ തിരിച്ചറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഫ്ലോ ഈസ് ഔട്ട്വേർഡ്സ്, ആൻഡ് ഈ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഫ്ലോ ഈസ് ഇൻവേർഡ്സ്. Example, find the flux of F across a circle x square plus y square equal to 1 in the xy plane. So flux across closed curve C. Define ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. Is the integral over C f dot n ds ആണ്. അല്ലെങ്കിൽ that is equal to integral over C, the closed curve C, closed integral അങ്ങനെ വേണമെങ്കിലും പറയാം, m dy minus n dx. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കേർവ് നോക്കാം. കേർവ് x square plus y square is equal to 1 ആണ്. അത് നമ്മൾ പാരാമെട്രിക് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ x is equal to cos t and y is equal to sin t. 0 less than or equal to t less than or equal to 2 pi. അപ്പോൾ നമ്മൾ മൊത്തം സർക്കിൾ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് dx മൈനസ് സൈൻ ടി ഡി ടി ആണ്. വാട്ട് ഇസ് dy cos t dt ആണ്. ഇനി നമുക്ക് വേണ്ടത് m ഉം n ഉം ആണ്. അപ്പൊ അതിന് ആദ്യം f എഴുതാണ്. f is equal to x minus y I plus xj ആണ്. Therefore m is equal to x minus y, that is x is cos t, so cos t minus sin t. n is equal to x ആണ്, that is cos t. എല്ലാം പാരാമെട്രിക് ഫോമിലോട്ട് മാറ്റിയതാണ്. 0 to 2 pi t ലോട്ട് വരുമ്പോൾ m dy, m is cos t minus sin t, cos t minus sin t ആണ് m, and dy is cos t dt. dt ഒരുമിച്ച് എഴുതാം, മൈനസ് n dx, n is cos t and dx is minus sin t, അപ്പോൾ പ്ലസ് sin t dt. ഇനി ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ ഇന്റഗ്രൽ 0 to 2 pi cos square t minus sin t cos t plus sin t cos t കട്ട് ചെയ്ത് പോയി. സോ 0 to 2 pi cos square t എന്ന് മാത്രമേ വരുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 pi plus cos 2t ഡിവൈഡഡ് ബൈ 2 dt ആയി. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 പുറത്ത് t പ്ലസ് sin 2t by 2, ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 to 2 pi. സൈൻ്റെ കേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 2 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 0 ആണ്. സോ ബാക്കി വരുന്നത് 1/2 into 2 pi equal to pi. അസൈൻമെന്റ്, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വർക്ക് ഡൺ ആണ്, ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരെണ്ണം അല്ല 3 എണ്ണം ഉണ്ട്. വർക്ക് ഡൺ ഓവർ C1 കാണാം, ഓവർ C2 കാണാം, ആൻഡ് C3 യൂണിയൻ C4. അപ്പോൾ അതിലാകെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയണമെന്ന് മാത്രം. x is equal to x0 plus at, y is equal to y0 plus bt, z is equal to z0 plus ct. എയും ബിയും സിയും കിട്ടാൻ x2 minus x1, y2 minus y1, z2 minus z1. അത് മാത്രമേ ഇവിടെ
പാരാമെട്രൈസ് ചെയ്യേണ്ട കേസുകളുള്ളൂ. മൂന്നാമത്തത് ഫ്ലോ കാണാനാണ്. അപ്പം അതും അതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നാലാമത്തത് സർക്കുലേഷൻ ആൻഡ് ഫ്ലക്സ് ഓഫ് F1 ആൻഡ് F2. അതും 2 പാർട്ടുണ്ട്. അപ്പോൾ ശരിക്കും എ എന്ന് പറയുന്ന പാർട്ടിൽ തന്നെ സർക്കുലേഷൻ ഓഫ് F1 കാണണം, സർക്കുലേഷൻ ഓഫ് F2 കാണണം, ഫ്ലോ ഓഫ് F1 കാണണം, ഫ്ലോ ഓഫ് F2 അക്രോസ് ദ ഗിവൺ കർവ് കാണണം. അപ്പം 4 എണ്ണം വരും. ഇതേപോലെ ബി പാർട്ടിനും 4 എണ്ണം വരും.